ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. നമുക്കിന്നൊരു ക്ലാസിക് റോയൽ ഫലൂഡ റെഡിയാക്കിയാലോ? അതിനായിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ കസ്കസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിൽ വെച്ച് 1 നുള്ളുപ്പും 1 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് നമ്മൾ ചൂടുവെള്ളം, തണുത്ത വെള്ളം ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുത്ത് സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് പൈനാപ്പിൾ സിറപ്പ് റെഡിയാക്കാം. ഒരു 3-4 കഷ്ണം പൈനാപ്പിൾ നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമ്മളിതൊരു ചെറിയ പാത്രത്തിൽ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ഒരു ക്രീമി കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്ക് നമ്മൾ തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മളൊരു 1/2 ലിറ്ററോളം പാല് നമ്മൾ തിളപ്പിച്ച് വെക്കുന്നുണ്ട്. നമ്മളൊരു 3-4 ഫലൂഡ നമുക്കിത് വെച്ചിട്ട് റെഡിയാക്കാം കേട്ടോ. ഇനി നമുക്ക് സേമിയ റെഡിയാക്കാം. ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ നമ്മുടെ നോർമൽ സേമിയ, വറുത്ത സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 സ്പൂൺ സേമിയ ഇട്ട് കൊടുത്ത് വെന്തതിന് ശേഷം നമ്മളൊരു 3-4 ക്യൂബ് ഐസ് ക്യൂബ് ഇട്ട് അതും മാറ്റി വെക്കുന്നു. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡിലേക്ക് കുറച്ച് മിൽക്ക് ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കുന്നു. നമ്മൾ അടുപ്പത്ത് വെച്ച പാലിലേക്ക് ഈ കസ്റ്റാർഡും 1 ടേബിൾ സ്പൂൺ വാനില എസൻസും 1 ടേബിൾ സ്പൂണോളം നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്ത് അത് നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് റോസ് മിൽക്ക് വേണ്ടേ? അതിന് പകരം നമുക്ക് ഒരു വെറൈറ്റി ട്രൈ ചെയ്ത് നോക്കിയാലോ? അതിനായിട്ട് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്ത് പാൽ ഒഴിച്ച് നമ്മൾ ഇതും ഒന്ന് തിളപ്പിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. കൺസിസ്റ്റൻസി കുറച്ച് കൂടുതലായതുകൊണ്ട് നമ്മൾ കുറച്ച് തിളച്ച പാലൊഴിച്ച് അത് ലൂസാക്കി എടുക്കുന്നുണ്ട്. അപ്പം നമുക്കിതിനാവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ വീട്ടിൽ തന്നെയാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിലേക്കും പഞ്ചസാര ആഡ് ചെയ്ത് മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ഫ്രൂട്ട്സും യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ ഇത്രയും ഫ്രൂട്ട്സാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സേമിയ വെള്ളം ഊറ്റി മാറ്റിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് പൈനാപ്പിൾ സിറപ്പ്, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കസ്കസ്, പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ റോസ് മിൽക്ക്, സേമിയ, ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുന്നു. നിങ്ങളിതെല്ലാം ഓരോ ലെയറായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യുക. നോർമലി നമ്മൾ എപ്പോഴും ഫലൂഡയൊക്കെ കഴിക്കുമ്പം പുറത്ത് പോയല്ലേ കഴിക്കാറ്. നമുക്കിനിത് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കിയാലോ? വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നതിനേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസായിട്ട് നമുക്ക് വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരുമ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കി വെക്കാവുന്നതാണ്. ഒന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് എടുത്ത് കഴിക്കുക. സൂപ്പർ സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഇടുന്നുണ്ട്. മുകളിൽ 1 സ്കൂപ്പ് ഐസ്ക്രീമും വെക്കുന്നുണ്ട്. അത്രയും മാത്രമേ ഉള്ളൂ നമ്മൾ കേട്ടോ. ഐസ്ക്രീം മാത്രമേ നമ്മൾ പുറത്തുനിന്ന്, അതായത് കെമിക്കൽ സാധനമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഫ്രഷാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കുക. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.